അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്പെഷ്യൽ ചായക്കടയുടെ വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചായക്കടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇടയ്ക്കൊന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊരു രസമാണ്. കുറച്ച് മെനക്കെടാണെങ്കിലും സാധാരണ നമ്മൾ വാഴേൻ്റെ ഇലയിൽ അട ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇത് വാഴേൻ്റെ ഇലയിലാണ് ഞാനിന്ന് അട പുഴുങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. കുറച്ച് മെനക്കെടാണ്, എന്നാൽ പോലും സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ടൈമൊക്കെ വേണം ഇതിനൊക്കെ. പെട്ടെന്നൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ടൈം സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കുമ്പോൾ രസമാണല്ലോ. പ്രത്യേകിച്ച് പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതൊക്കെ സ്കൂളില്ലാത്ത ദിവസം തന്നെ നടക്കുള്ളൂ. അപ്പോൾ ഞാനിതാ കുഞ്ഞു കുഞ്ഞു വാഴ ഇലകൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ വാഴയില നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ചെറിയ ഇരിക്കലും കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഫില്ലിങ്ങിന് നന്നായി പാകമായ നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പഴം ഏതാണേലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്ന നേന്ത്രപ്പഴമാണ്. പിന്നെ ശർക്കര അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ആവശ്യത്തിനുള്ള ശർക്കര അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, കുറച്ച് അവിൽ, ഇത്ര ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് അട പുഴുങ്ങാനുള്ള പൊടി ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു നമ്മൾ പത്തിരിയുടെ പരുവത്തിനേക്കാളും ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം അടക്ക് കുഴച്ചെടുക്കാനും. അട ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ച വാഴയിൽ ഓരോന്നും എടുത്തിട്ട് അതിൽ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇനിയിപ്പോൾ വാഴയുടെ ഇലയിലാണെങ്കിലും വാഴന ഇലയിലാണെങ്കിലും ഏത് അട നമ്മൾ അടക്ക് പൊടി പരത്തുമ്പോഴും ഒരല്പം നെയ്യ് ഇങ്ങനെ ആ ഇലയുടെ മുകളിൽ തടവി കൊടുത്താൽ അടക്കൊന്നും കൂടി ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ അട പെട്ടെന്ന് വിട്ടു പോരാനും നല്ലതാട്ടോ. ഇലയിൽ നിന്ന് വിട്ടു പോരാനും നല്ലതാണ്, ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, അട ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും കുറേശ്ശെ പൊടി പരത്തി വാഴയിലയിൽ പൊടി പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഒരല്പം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈർക്കിലി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തുപ്പ് ഭാഗത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ പൊടി വരാത്ത ഭാഗം ഉണ്ടാവില്ലേ, അവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈർക്കിലി കുത്തി കൊടുക്കാൻ എളുപ്പമാണ്. ഇലയിൽ ഇങ്ങനെ പൊടി പരത്തി കൊടുക്കുമ്പോൾ ഒരല്പം കട്ടി ഉണ്ടാവണം നല്ലതാണ്. കാരണം ഇലയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാനൊക്കെ പണിയാണ്. നന്നായി കനം കുറച്ചാൽ കിട്ടുക. അപ്പോൾ ഇച്ചിരി കട്ടിയിൽ വേണം ഇതിൽ പൊടി പരത്തി കൊടുക്കാൻ. പിന്നെ കുഞ്ഞു കുഞ്ഞു അടകളല്ലേ, അപ്പോൾ ഒരിച്ചിരി കട്ടി ഉണ്ടാവണം നല്ലതാണ്. പിന്നെ ഉണ്ടല്ലോ ചില ഇല അതുപോലെ നമ്മൾ ഈർക്കിലി കുത്തി കൊടുക്കുമ്പോൾ അങ്ങനെ കീറി പോരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വേറൊരു ഇല എടുത്തിട്ട് അത് അതിലേക്കണ്ട് ഇറക്കി വെച്ചിട്ട് തുമ്പ് ഭാഗം അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈർക്കിലി കുത്തി കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 വാഴയിലയിൽ ഞാൻ പൊടി വെച്ചിട്ട് ഫില്ലിങ്ങും വെച്ചിട്ട് മടക്കിയിട്ട് ഈർക്കിലി കുത്തിയിട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 10 എണ്ണം ആദ്യം പുഴുങ്ങിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് പുഴുങ്ങാമല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഇത് ധാരാളമാണ്. പിന്നെ ബാക്കിയുള്ളത് പൊടിയും ബാക്കിയുണ്ട്, ഫില്ലിങ്ങും ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചെയ്ത് വെച്ചാൽ 4 മണിക്ക് ചായക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം ഇത് ഞാൻ പുഴുങ്ങിയെടുക്കട്ടെ. നമ്മളെ പുറത്തെ വിറകടുപ്പിൽ ഇഡലി പാത്രം വെച്ചിട്ട് വെള്ളം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ 10 കുഞ്ഞനടകളും നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആവി വരുമ്പോഴത്തേനും നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ അടകളൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇലയിൽ നിന്ന് വിടിയിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ. ആ വാഴയിലയുടെ ആ ഒരു സ്മെല്ലും പിന്നെ അരിപ്പൊടിയും അതിൻ്റെ ഉള്ളിലുള്ള ആ ശർക്കര, അവിൽ, പഴം, തേങ്ങ എല്ലാം കൂടി വന്നിട്ടുള്ള ആ ഒരു മിക്സും എല്ലാം കൂടി നല്ല സൂപ്പർ അടയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞനടകളുടെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനടുത്ത് കാണിക്കാൻ പോണത് നമ്മളെ വീട്ടിൽ മത്തയും കുമ്പളമൊക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചള്ളയില പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പേരിയോ പരിപ്പിലിട്ട് പച്ചക്കറിയോ ഒക്കെ വെക്കാറുണ്ട് അല്ലേ. അതല്ലാതെ വേറൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ഇതേപോലെ ഉപ്പേരിക്കും കറിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പരുവത്തിലുള്ള ഇല തന്നെ നുള്ളി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നന്നായി കഴുകിയിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഇലകളായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു 3-4 കഷ്ണങ്ങളാക്കിയാൽ മതി ഒരല്ല. ഉപ്പേരിക്കും കറിക്കൊന്നും അരിയുന്ന പോലെ അരിയണമെന്നൊന്നുമില്ല. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് മത്തയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മത്തയുടെ ഇലയാണ് എനിക്ക് കിട്ടിയത്. കുമ്പളത്തിൻ്റെ ഇലയായാലും മത്തയുടെ ഇലയായാലും ചീരയിലായാലും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 4-5 ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ 4-5 ഇല വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്തതിന് ശേഷം
ചെറുതാക്കി അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി നമ്മൾ ചോറ് വെച്ച് ആ കുടുക്കയിൽ ഇങ്ങനെ തെളി വെള്ളം ഉണ്ടാവുമല്ലോ, അതൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളം ഒഴിച്ചാലും മതി. കഞ്ഞിവെള്ളം ആണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റാന്ന് മാത്രം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളെ കുഞ്ഞനട പുഴുങ്ങിയ അടുപ്പിൽ ഞാൻ മണ്ണിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച കഞ്ഞിവെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും പറയുകയാണ്, കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളം ആയാലും മതി. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് മാത്രം. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് വേണം ഇട്ട് കൊടുക്കാനിട്ടാ, പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടും. വേറെ ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ അധികം ചേർക്കാത്തതല്ലേ, അപ്പോൾ ഉപ്പ് പെട്ടെന്ന് കൂടും. അപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവിന് ചീനമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എരിവുണ്ടാകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റാണ് മാത്രം. അപ്പോൾ ചെറിയൊരു എരിവിനുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഈ കഞ്ഞിവെള്ളം, ഉപ്പും മുളകും കഞ്ഞിവെള്ളം എല്ലാം വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച ഈ മത്തട ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ. പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ, അധികം മൂപ്പില്ലാത്ത ഇലയല്ലേ. അപ്പോൾ നമ്മളെ മത്തട ഇലയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇല ആദ്യം കോരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ആ വെള്ളമല്ലേ, കഞ്ഞിവെള്ളവും വെളുത്തുള്ളിയും മുളകും ഉപ്പൊക്കെ കൂടി ചേർന്നിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് തന്നെ കോരി ഒഴിക്കുന്നുണ്ട്. ഒരു സൂപ്പ് പോലെ നമുക്ക് അതും കഴിക്കാൻ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ്. ഞാനത് ആദ്യം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മാഷാ അല്ലാഹ് അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം കുറച്ചൊന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അതിങ്ങനെ ചൂടാറി വരുമ്പോൾ ഇളം ചൂടോടുകൂടെ ഇതിങ്ങനെ ഇല എടുത്ത് കഴിക്കാനും ആ വെള്ളം അങ്ങനെ കുടിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ്. ചെയ്യാനും എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞനടയും ഈ മത്തട അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെ ഒക്കെ ഇല വെച്ചിട്ടുള്ള ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.